പഞ്ചരാത്രം പറഞ്ഞത് ശിവനാണ് രാധ എന്നാണ്. അതായത് ശിവനും സതീ വിരഹം സംഭവിച്ചു. അതിനുശേഷം അമ്മയെ കല്യാണം കഴിച്ച് ഇരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ദേവിയും ഭഗവാനും നമ്മളെന്നും എന്ത് സ്നേഹത്തോടെയല്ലേ ഇരിക്കണേ, വിരഹം എന്താണെന്ന് അറിയണില്ല. അപ്പോൾ ഭഗവാൻ പറയും എനിക്ക് ആ വിരഹം എന്താണെന്നറിയാം എന്ന് പറയും. അപ്പോൾ അമ്മ പറയും എനിക്കതറിയില്ല. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു ജന്മം എടുക്കാൻ പറ്റും. അമ്മ കൃഷ്ണനുമായി, ഭഗവാൻ രാധയെന്ന്. കൃഷ്ണനാണ് രാധയെക്കാട്ടിലും വിരഹം എന്നും അനുഭവിച്ചത്. എന്നാൽ കൃഷ്ണൻ ഓടക്കോളെടുത്ത് ആറ്റിക്കളഞ്ഞത്. ഭഗവാൻ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഭഗവാന്റെ കയ്യിൽ ഓടക്കോള് വേണ്ട. നമ്മൾ സിനിമയിൽ സീരിയലിൽ ഭഗവാൻ കയ്യിൽ ഓടക്കോളും പിടിച്ചിട്ട് ഉത്തരവും കയ്യിൽ ഇട്ട് നിൽക്കണ കാണുള്ളൂ. ഭഗവത്ഗീത പറയാൻ പോകുമ്പോഴൊക്കെ കൃഷ്ണൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഓടക്കോള് ഉപേക്ഷിച്ചു. വംശി ഉപേക്ഷിക്കുന്നപ്പോഴാണ് രാധ എന്ന് രംഗത്തുനിന്ന് പറയണോ അന്ന് വംശി ഉപേക്ഷിച്ചു എന്ന്. കാരണം അന്തർലീനായി. അവരെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ രാധ മഹാദേവനും ഇത് കാളിയാണെന്നാണ്. അതുകൊണ്ടാണ് പുരാ ലളിത കൃഷ്ണ സംഭവ എന്ന് പ്രമാണമുള്ളത്. പണ്ട് ലളിത കൃഷ്ണനായി എന്ന് പറയും.